നിരവധി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ആദിവാസി വിഭാഗമായ കുറിച്യർ മുതൽ ബ്രാഹ്മണർ വരെയുള്ള ഹിന്ദു മതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും തീണ്ടലും തൊടിയിലുമില്ലാതെ ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ഉത്സവ സമ്പ്രദായം മറ്റൊരിടത്തും കാണുവാൻ സാധ്യമല്ല. നിരവധി ആരാധനാ സമ്പ്രദായങ്ങൾ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ആചരിക്കപ്പെടുന്നുണ്ട് ഇവിടെ. ഗോത്രാചാരത്തിൽ തുടങ്ങി ശൈവശാക്തേയ പദ്ധതികളും വൈഷ്ണവ ആചാരങ്ങളും ഒട്ടും അലോസരപ്പെടുത്താതെ കൊട്ടിയൂരിൽ സമന്വയിക്കപ്പെടുന്നു. ഗോപ്യവും അതീവ രഹസ്യ സ്വഭാവവുമുള്ള പൂജാവിധികളും അതിനിഗൂഢമായ താന്ത്രിക കർമ്മങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ക്ഷേത്ര ഉൽപ്പത്തി പുരാവൃത്തവുമായി ബന്ധപ്പെട്ട കഥകളിലെ ചില രംഗങ്ങളുടെ പുനരാവർത്തനമെന്ന രീതിയിലും ചില ചടങ്ങുകൾ കൊട്ടിയൂരിൽ നടത്തപ്പെടുന്നു. അത്തരമൊരു ചടങ്ങാണ് ഇളനീരാട്ട ദിവസം അർദ്ധരാത്രിയോടെ നടക്കുന്ന മുത്തപ്പൻ വരവും കൂലോം കയ്യാല ആക്രമണവും. ഇളനീർ വെപ്പ് ദിവസം സ്ഥാനിക തണ്ടയാന്മാരുടെ നേതൃത്വത്തിൽ തിരുവഞ്ചിറയിൽ സമർപ്പിച്ച ഇളനീർ കാവുകൾ പിറ്റേന്ന് ഇളനീരാട്ടം ദിവസം രാവിലെ മുതൽ കൈക്കോളന്മാരുടെ നേതൃത്വത്തിൽ ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ എത്തിച്ചു തുടങ്ങും. രാത്രിയിലാണ് ഇളനീരാട്ടം. ഇളനീരാട്ടം തുടങ്ങുന്നതിന് തൊട്ടുമുന്നെയാണ് മുത്തപ്പൻ വരവും കയ്യാല ആക്രമണവും നടക്കുന്നത്. ഇളനീരുകൾ ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ വാളറയ്ക്ക് മുന്നിൽ അടിയന്തര യോഗം ചേർന്ന് ഇളനീരാട്ടത്തിനുള്ള രാശി നിശ്ചയിക്കുന്നു. അടിയന്തര യോഗശേഷം ആക്കൽ ഊരാളനും അനന്തരവനും പാട്ടാളിയോടൊത്ത് മലോം ദൈവസ്ഥാനത്ത് എത്തിച്ചേരണം. മലോം ദൈവസ്ഥാനത്ത് പാലക്കീഴിൽ വച്ച് ആക്കൽ ഊരാളൻ ഒറ്റപ്പിലാനും ജന്മാശാരിക്കും പുറങ്കലയനും പെരുവണ്ണാനും ദക്ഷിണ നൽകണം. കൊട്ടേരിക്കാവിൽ നിന്നും മുത്തപ്പൻ വരുമ്പോൾ വിളിച്ചറിയിക്കാൻ പാട്ടാളിയെ കിഴക്കേ നടയിൽ നിർത്തി ആക്കൽ ഊരാളനും അനന്തരവനും മലോം ദൈവസ്ഥാനത്തു നിന്നും മടങ്ങിയാൽ മുത്തപ്പൻ വരവിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. പുറങ്കലയൻ ബാവലിയിൽ മുങ്ങിക്കുളിച്ച് കൊട്ടേരിക്കാവിലെത്തി ധ്യാനത്തിൽ മുഴുകുന്നു. തുടർന്ന് പെരുവണ്ണാൻ പുറങ്കലയനെ മുഖത്തെഴുത്ത് നടത്തി ദേഹത്ത് വർണ്ണം പൂശി മുത്തപ്പനാക്കി വേഷപ്പകർച്ച നൽകുന്നു. അപ്പോഴേക്കും ഒറ്റപ്പിലാൻ മുത്തപ്പനെ അനുഗമിക്കേണ്ട കുറിച്യപ്പടയെ ഒരുക്കി നിർത്തേണ്ടതുണ്ട്. ഈ സമയം വാളറയ്ക്ക് മുന്നിൽ 2 മുളദണ്ടുകൾ കത്രികപ്പൂട്ട് രീതിയിൽ പിടിച്ച് മഠത്തിൽ വാര്യരും പന്തങ്ങളുമായി പന്തക്കിടാങ്ങളും മുത്തപ്പന് നൽകാൻ തൃക്കൂർ സാധനങ്ങളുമായി നമ്പീശനും നിലയുറപ്പിക്കും. അടിയന്തര യോഗ പ്രതിനിധികളായി ഓച്ചറും കണക്കപ്പിള്ളയും വാളശന്മാരും മുഖമണ്ഡപത്തിനടുത്തുണ്ടാകും. പന്തങ്ങളുടെയും തറവിളക്കുകളുടെയും വെളിച്ചത്തിൽ മുത്തപ്പന്റെ വരവ് പ്രതീക്ഷിച്ച് ഭക്തജനങ്ങളും സ്ഥാനികരും പ്രാർത്ഥനകളിൽ മുഴുകുന്നു. മുത്തപ്പൻ പാലക്കീഴിലെത്തിയാൽ അറിയിക്കണമെന്ന് ഒറ്റപ്പിലാൻ പണിക്കരെ അറിയിക്കാൻ ഓച്ചർ പാട്ടാളിയെ വിളിച്ചറിയിക്കുന്നു. ഈ വിവരം പാട്ടാളി പാലക്കീഴിൽ നിൽക്കുന്ന ഒറ്റപ്പിലാനെ അറിയിക്കുന്നു. മുത്തപ്പൻ വരവ് വൈകുന്തോറും അറിയിക്കാൻ ഓച്ചർ പാട്ടാളിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. മുത്തപ്പൻ പാലക്കീഴിലെത്തുന്നതോടെ അടിയന്തര യോഗ പ്രതിനിധികൾക്ക് വിവരം ലഭിക്കുന്നു. തുടർന്ന് വാളശന്മാർ വാളറയിൽ പ്രവേശിച്ച് ചപ്പാരം ക്ഷേത്രവാളുകളുമായി പുറത്തിറങ്ങുന്നു. ഘോര ശബ്ദം മുഴക്കി കുറിച്യ പടയാളികളോടൊത്ത് മുത്തപ്പൻ കിഴക്കേ നടയിലേക്ക് പ്രവേശിക്കും. പടയാളികളെ നടയിൽ നിർത്തി മുത്തപ്പനും സംഘവും തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് മുഖമണ്ഡപത്തിനടുത്തെത്തി ചപ്പാരം വാളുകളെ തൊഴുത് തൃക്കൂർ പ്രസാദവും വാങ്ങി മടങ്ങിപ്പോകും. ഇതേസമയം കുറിച്യ പടയാളികൾ കോവിലകം കയ്യാല ആക്രമിക്കുന്നു. ആക്രമിച്ച് കീഴടക്കുന്ന കയ്യാലയിൽ നിന്നും ലഭിക്കുന്നതെല്ലാം മുത്തപ്പനും കുറിച്യ പടയാളികൾക്കും സ്വന്തമാക്കാം. ഭയവും ഭക്തിയും കൗതുകവും നിറയുന്ന ഇത്തരം ചടങ്ങുകൾ പുരാവൃത്തങ്ങളിലെ ചില സംഭവങ്ങളുടെ പുനരാവർത്തനമെന്നാണ് വിശ്വാസം. മുത്തപ്പനും പടയാളികളും പിന്മാറുന്നതോടെ ഇളനീരാട്ടത്തിന്റെ രാശി വിളിക്കുന്നു. ഉഷക്കാമ്പ്രം സ്ഥാനികന്റെ നേതൃത്വത്തിലാണ് ഇളനീരാട്ടം നടക്കുന്നത്. ഇളനീരാട്ടത്തിനു മുന്നിലായി സ്വയംഭൂശില സ്ഥിതി ചെയ്യുന്ന നാളം വൃത്തിയാക്കി നെയ്യാട്ടം നടത്തേണ്ടതുണ്ട്.
ചോതിനാളിലെ നെയ്യാട്ടം ചടങ്ങ് പോലെ തന്നെ പാത്തിവെക്കലും മറ്റു ചടങ്ങുകളും ഇളനീരാട്ടം ദിവസവും മണിത്തറയിൽ നടക്കുന്നു. നെയ്യാട്ടശേഷമാണ് ഇളനീരാട്ടം തുടങ്ങുക. സമുദായി സ്ഥാനികന്റെ അനുവാദത്തോടെ ഇളനീരാട്ടത്തിന്റെ രാശി വിളിക്കുന്നതോടെ ഉഷക്കാമ്പ്രം സ്ഥാനികൻ മുഖമണ്ഡപത്തിൽ നിന്നും ഇളനീരെടുത്ത് മന്ത്രോച്ചാരണത്തോടെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു. ഹരിഗോവിന്ദ വിളികളുമായി ഭക്തജനങ്ങളും സന്നിധാനവും ഭക്തിരസത്തിൽ മുഴുകുന്നു. അഷ്ടമി നാളിൽ അർദ്ധരാത്രിയോടെ തുടങ്ങുന്ന ഇളനീരാട്ടം മുഴുവൻ ഇളനീരുകളും അഭിഷേകം ചെയ്ത് തീരുന്നതുവരെ തുടരും.